എനിക്കതിനാ പോയെന്ന് സ്വകാര്യമാണെങ്കിൽ വേഗം പറഞ്ഞു നോക്കി കുമാര. കളിയുടെ ഇടയ്ക്ക് ഒരു ബിസിനസ്. ഓ, എന്ത് സ്വകാര്യം? പറഞ്ഞോ ഡ്രൈവറെ. കരുണം വന്നിട്ടുണ്ട്. ശിക്ഷ കഴിഞ്ഞാൽ ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വരും. വന്നോട്ടെ. മൂപ്പന്റെ കൊള്ളെടുക്കാൻ വരുന്നു എന്നാണ് കൊലവിളി. എന്നോടൊന്ന് മുട്ടാൻ നോക്കി. എന്റെ വെക്കിട്ട് കയറാൻ വരുന്നത് എന്തിനാവൻ? ഞാൻ വിട്ടു. അവ അല്ല, ആരായി കരണൻ? പിന്നെ പറഞ്ഞുതരാം. വക്കാലത്തിന് വന്നാൽ കേട് അവന് തന്നെയാണെന്ന് ഒന്ന് മര്യാദ പറഞ്ഞു കൊടുത്തേക്ക്. മര്യാദ പറഞ്ഞ മനസ്സിലാവണ സൈസല്ല അവൻ. ഞാൻ ആദ്യം കാണുക. ഞാൻ ഓഫീസിലേക്ക് വരാം, നീ നടക്ക്. ശരി. കുട്ടൻ, ചെറിയ ഗോപാലൻ, ഭാസ്കരൻ, പിന്നെ ആ കൃഷ്ണൻകുട്ടി അവരവിടെ ഉണ്ടാകണം. ഞാൻ വരാം. ഞാൻ വരാൻ വൈകും. വാതിലടിച്ച് കിടന്നോ. പണിക്കാരത്തെയും കൂടി ഇല്ലാത്തതാ ഇന്ന്. എന്നും പാതിരയാക്കണോ? ഓ, പണിക്കാരത്തി ഇല്ലെങ്കിൽ എന്റെ വളയൂരിപ്പോവും. തവള ഗോപാലൻ മുമ്പ് പൊരയില് മോക്ക് എത്ര പണിക്കാരത്തികളാണ് സഹായത്തിന് നിർത്തിയിരുന്നത്. എനിക്ക് ഓഫീസിൽ പണിയുണ്ട്. കളി നിർത്തിക്കോ. കരുണനെ ഒതുക്കാനാണെങ്കിൽ ഞങ്ങൾ വരാം. ഹേയ്, കൈത്തണ്ടയ്ക്ക് ഇപ്പോഴും എനിക്ക് നല്ല ബലമുണ്ട്. അത് ചിലപ്പോ കരുണനറിയില്ല. ഇപ്പൊ വേറെ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്. കരുണനെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ജയിലിലെ സുഖവരൊക്കെ ഒന്ന് അറിയണ്ടേ? കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാൻ കരണേട്ടാ. വേണ്ട, എന്റെ കയ്യിൽ കാശുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ മാധവേർത്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനവരുടെ വീട്ടിൽ പോകാറുമില്ല. ജയിലിൽ തല്ലുംപിടി ഉണ്ടാക്കിയതിന് പിന്നെയും കിട്ടി കരുണേട്ടന് 6 കൊല്ലം. അവസാനം വരെ ജയിലിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാത്രേ മാധവേർത്തി സമ്മതിച്ചത്. ആളുകൾ പറയണതാണ്. ദിവസവും കുപ്പി വാങ്ങിക്കൊടുക്കുന്നവരാണ് തന്തയ്ക്ക് ദൈവം. മാധവേർത്തി നിന്റെ വക്കാലത്ത് വേണ്ട. കുത്തിച്ചു പോണ ഞാൻ. അങ്ങനെ പറയരുത് കരുണേട്ട. അവര് പാവം. കോലാൽ കിടക്കണത് കണ്ട തന്ത തല്ലി ഓടിക്കും. പക്ഷെ അവര് തന്ത കാണാതെ രാത്രി എനിക്ക് ചോറ് തരും. അത് ഞാൻ മറക്കില്ല. കല്യാണം കേമായിരുന്നു കരുണേട്ട. ഹോട്ടലുകാര് 10 രൂപ പറഞ്ഞു, കൊടുത്തില്ല. വിൽക്കായിരുന്നില്ലേ? വല്ല പൊടിയും മതിയായിരുന്നു ഇവിടേക്ക്. ചോറിന് എനിക്ക് വരിട്ടോ. അച്ഛനില്ല. അറിയാം. ഷാപ്പിൽ നിന്ന് ഒച്ച വെച്ച് വർത്താനം പറയണത് 1 മൈൽ ദൂരെ കേൾക്കാം. ഇനി ഇത് കണ്ട ഇതിന് കുപ്പി വേറെ വേണം തോന്നുന്നു അച്ഛന്. കൊണ്ടുവരാൻ പേടിക്കണ്ട. അച്ഛനെ ഏറെ ചീത്തയാക്കുന്നത് കരുണേട്ടനാണ്. നിന്റെ തന്തയൊന്ന് സമ്മതം മൂളി കിട്ടുന്നവരെ ഉള്ളൂ ഈ സൽക്കാരമൊക്കെ. അതുകൊണ്ടാവും ഗോപാലേട്ടനിട്ട് കളിപ്പിക്കുന്നത്. അയ്യോ, മീൻ നാറണു. മനസ്സിലാകുന്ന കുത്തി 2-3 തവണ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കി. ഇനി ഞാൻ എന്ത് ചെയ്യും? അത് പിന്നെ മാനക്കേടായി എന്ന് പറഞ്ഞ് നിന്റെ അച്ഛന് കരഞ്ഞു നടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓ പിന്നെ അച്ഛന് ഇഷ്ടമൊക്കെ തന്നെയാണ്, അതെനിക്കറിയാം. അത് എന്റെ കള്ളകത്തുള്ളപ്പോ. അല്ലാത്തപ്പോഴാണല്ലോ ഞാൻ കപ്പക്കാരന്റെ മോനാണെന്ന് ഓർമ്മ വരുന്നത്, അല്ലേ? നയിച്ചു തിന്നാൻ വയ്യാത്തവർക്ക് തറവാടിത്തം പറഞ്ഞിരിക്കാം. അത് അച്ഛനും തോന്നണ്ടേ? കരുണേട്ടൻ എന്നും കിട്ടണേ പാതി ഇവിടെയാണ് ചെലവാക്കണത്. അച്ഛനും കാണുന്നതല്ലേ. അമ്മയുടെ സൂക്കടിനും അടിയന്തരത്തിനും ഒക്കെ കരുണേട്ടനാണ് ചെലവീതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ, അച്ഛൻ വരുന്നു തന്നെ ചന്ദ്രന്റെ സിഗ്നലാ. ഒരു മീൻ കിട്ടി. സമരക്കാരി ഷാപ്പിൽ വന്നാൽ പിന്നെ കാര്യ പൗഡർ കഴിക്കാൻ വെള്ളമായിരിക്കും വരുന്നവർക്ക് പിന്നെ കിട്ടുക. മനസ്സിലായില്ലേ? സമരക്കാരെ വേണം, സമരം പൊളിക്കാൻ മനസ്സിലായി ഉണ്ടാകണം. ഇന്ന് തല്ലും വെടിവെപ്പും ഒക്കെ ഉണ്ടാകും. ആരാ സമരം പൊളിക്കുന്നത്? സേട്ടുവിന്റെ ചരക്ക് കയറ്റാൻ മൊയിലും കുഞ്ഞ് ആളിറക്കിയാണ് അവിടെ. നിന്റെ ആ കുമാരനും ആൾക്കാരും നല്ല സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. കുമാരൻ പോവില്ല. കുമാരന്റെ ഉള്ളിലും ആവശ്യത്തിനുണ്ട്. തല്ല് കണ്ടു നിൽക്കാനുള്ള ഒരു ഹര ആയിട്ടുള്ള കർണ. അതിന്റെ ഇടയിൽ കരുണേട്ടൻ ചെന്ന് ചാടണ്ട. കരുണേട്ട